Hello, everybody. Stay positive and happy. I welcome you all to English speaking course. We are about to learn many useful English sentences. So don't forget to subscribe my channel. Let's begin. It's no big deal. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ പറയേണ്ട ആവശ്യം വരുമ്പോൾ നമുക്ക് പറയാം ഇറ്റ്സ് നോ ബിഗ് ഡീൽ. ഇറ്റ് വിൽ ഡു യു ഗുഡ്. ഇറ്റ് വിൽ ഡു യു ഗുഡ്. ഇത് നിനക്ക് ഉപകാരം ചെയ്യും. ഇറ്റ് വിൽ ഡു യു ഗുഡ്. ഗ്ലാഡ് യു കുഡ് കം. ഗ്ലാഡ് യു കുഡ് കം. നിങ്ങൾ വന്നതിൽ സന്തോഷം. ആരെങ്കിലും എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ അതിനെക്കൊണ്ട് യോജിക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ അതൊക്കെ നല്ലതാണ്, പക്ഷേ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ദാറ്റ്സ് ഓൾ വെൽ ആൻഡ് ഗുഡ് ബട്ട്. പിന്നെ നമുക്ക് പറയാനുള്ള നമ്മളെ അഭിപ്രായം അവിടെ പറയാം. I can't ever imagine. I can't ever imagine. എനിക്ക് വിചാരിക്കാൻ പോലും കഴിയില്ല. Don't pull him down. Don't pull him down. അവൻ്റെ ആത്മവിശ്വാസം കളയരുത്. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം Don't pull him down. Don't pull my leg. Don't pull my leg. എന്നെ കളിയാക്കരുത്. Don't pull my leg. Let's do that. Let's do that. വരൂ നമുക്കത് ചെയ്യാം. Let's do that. How's work going? How's work going? ജോലി എങ്ങനെ പോകുന്നു? How's work going? Thanks for helping. Thanks for helping. സഹായിച്ചതിൽ നന്ദി. സഹായിച്ചതിൽ നന്ദി. Thanks for helping. Have a look at this. Have a look at this. എന്തെങ്കിലും പേപ്പേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഒന്ന് നോക്കിയാട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാം. Have a look at this. ഒന്ന് നോക്കിയാട്ടെ. All are not like you. All are not like you. എല്ലാവരും നിങ്ങളെ പോലെ അല്ല. Can you show me? Can you show me? ഒന്നെന്നെ കാണിക്കാൻ കഴിയുമോ? Can you show me? Please call me at 6 p.m. Please call me at 6 p.m. ദയവായി എന്നെ 6 മണിക്ക് വിളിക്കണം. Please call me at 6 p.m. Are you there? നിങ്ങൾ അവിടെയുണ്ടോ? Are you there? I am looking for something. I'm looking for something. Looking for എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാലേ പരുതുക. ഞാൻ എന്തോ പരുത്തിക്കൊണ്ടിരിക്കുവാന്ന്. I am looking for something. This is not a joke. This is not a joke. ഇത് തമാശയല്ല. This is not a joke. It doesn't matter. It doesn't matter. അതൊന്നും പ്രശ്നമല്ല. It doesn't matter. Don't take it to heart. Don't take it to heart. എന്തെങ്കിലും വിഷമിപ്പിക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയലില്ലേ സാരില്ല പോട്ട് മനസ്സിൽ കൊടുക്കരുത്. അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം Don't take it to heart. It's your fault. It's your fault. ഇത് നിന്റെ തെറ്റാണ്. It's your fault. ഇനി എൻ്റെ തെറ്റാണ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം It's my fault. Do you know what I mean? Do you know what I mean? നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ചോദിക്കാം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Do you know what I mean? How far is your office? How far is your office? നിന്റെ ഓഫീസ് അല്ലെങ്കിൽ നിങ്ങളെ ഓഫീസ് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ദൂരം അറിയാനാണ് നമ്മൾ how far എന്ന് യൂസ് ചെയ്യുന്നത്. How far is your office? നമ്മൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാറില്ലേ നിനക്ക് എന്തിനാ അത് അറിയേണ്ടത്? നീ എന്തിനാ അത് ചോദിച്ചേ? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ പല പ്രാവശ്യവും കാര്യമായിട്ടൊന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചതാണ്. ഞാൻ വെറുതെ ചോദിച്ചതാണെന്ന് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം സെൻറ്റൻസ് I was just asking. I was just asking. ഞാൻ വെറുതെ ചോദിച്ചതാണ്. നമ്മുടെ കാറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കംപ്ലൈൻറ്റ് വന്നാൽ ഇഫ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് നമുക്ക് പറയാം മൈ കാർ ബ്രോക്ക് ഡൗൺ. ബൈക്കാണെങ്കിൽ അവിടെ ബൈക്ക് എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ്സ് മൈ ഡിസിഷൻ. ഇത് എൻ്റെ തീരുമാനമാണ്. It's my decision.
It's my decision. Please do repeat the sentences along with me. What made you do that? What made you do that? എന്താണ് നിന്നെ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്? What made you do that? I'm dead tired today. I'm dead tired today. ഭയങ്കര ടയേർഡാണ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രേസ് ഡെഡ് ടയേർഡ്ന്ന് യൂസ് ചെയ്യാം. ഇത് നിങ്ങളായിട്ടൊരു ബന്ധമില്ല അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യു. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യു. വാട്ട് എ പേഴ്സൺ ഹീ ഈസ് അല്ലെങ്കിൽ വാട്ട് എ പേഴ്സൺ ഷീ ഈസ്. അവൻ എന്തൊരു മനുഷ്യനാണ്. ഇത് നമുക്ക് നല്ല രീതിയിലും പറയാം മോശം നെഗറ്റീവ് രീതിയിലും പറയാം. Put the clothes to dry. Put the clothes to dry. അലക്കിയ തുണി ഡ്രൈ ചെയ്യാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടാനാണ് ഇവിടെ പറയുന്നത്. Why are you staring at me? Why are you staring at me? നീ എന്തിനാണ് എന്നെ തുറിച്ച് നോക്കുന്നത്? I ate already. ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. I have eaten already നമുക്ക് പറയാം both have the same meaning. I have already eaten. That doesn't make any difference. That doesn't make any difference. അത് ഒരു വ്യത്യാസവും ഉണ്ടാക്കത്തില്ല. It's no use asking him. It's no use asking him. അവനോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. It's no use asking him. Keep a track. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് വെക്കാനാണ് ഇത് പറയാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൻ്റെ റെക്കോർഡ് വെക്കണേ. യു മെയ്ഡ് മീ ലാഫ്. നിങ്ങൾ എന്നെ ചിരിപ്പിച്ചു. യു മെയ്ഡ് മീ ലാഫ്. യു മെയ്ഡ് മീ ലാഫ്. ലുക്ക് അറ്റ് ദ ടൈം. സമയം ഒന്ന് നോക്കിയാ. ലുക്ക് അറ്റ് ദ ടൈം. ലുക്ക് അറ്റ് ദ ടൈം. നൗ ഇറ്റ്സ് മൈ ടേൺ. നൗ ഇറ്റ്സ് മൈ ടേൺ. ഇനി എൻ്റെ ടേൺ ആണ്. നൗ ഇറ്റ്സ് മൈ ടേൺ. ഡോണ്ട് ഡിസ്റ്റർബ് മീ. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയാൽ ദേഷ്യം വന്നിട്ട് നമുക്ക് പറയാം ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. എൻ്റെ മുന്നിൽ നിന്ന് പോയേ. I'll call you later. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം. I'll call you later. I just got back from work. Just പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നതേ ഇല്ലൂ. I just got back from work. Why didn't you clean? നീ എന്താ ഇത് വൃത്തിയാക്കിയില്ല? Why didn't you clean? Why didn't you clean? I can't stand it. I can't stand it. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. I can't stand it. I don't know. Maybe. എന്തെങ്കിലും കാര്യം ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ ഇതിങ്ങനെയാണോ നമുക്കറിയില്ല പക്ഷേ ആയിരിക്കും എന്ന് പറയാൻ ഇങ്ങനെ പറയാം ഐ ഡോണ്ട് നോ മേ ബി ചിലപ്പോഴായിരിക്കും. വൈ ഡോണ്ട് യു ടൈഡി യുവർ റൂം ബിഫോർ ഗോയിങ് ഔട്ട്. പുറത്ത് പോകേണ്ട മുന്നേ എന്താ നീ റൂം വൃത്തിയാക്കാത്തെ? വൈ ഡോണ്ട് യു ടൈഡി യുവർ റൂം ബിഫോർ ഗോയിങ് ഔട്ട്. വൈ ഡോണ്ട് യു ടൈഡി യുവർ റൂം ബിഫോർ ഗോയിങ് ഔട്ട്. I'll try to change. ഞാൻ മാറാൻ ശ്രമിക്കാം. I'll try to change. To be honest, I don't like eating out. To be honest എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടമല്ല. അതാണിത്. To be honest, I don't like eating out. How about going out for a movie? ഒരു പടം കാണാൻ പോയാലോ? How about going out for a movie? Okay, I see your point. ഇപ്പം നീ പറയേണ്ടത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. Okay, I see your point. When are you planning your vacation? വെക്കേഷനിൽ പോവാൻ എപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത്? when എന്ന് പറഞ്ഞാൽ എപ്പോൾ. When are you planning your vacation? Maybe next month. ചിലപ്പോൾ അടുത്ത മാസം. അല്ലെങ്കിൽ പറയാം maybe after a few months. ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാവും. Where should I wait for you? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്? Where should I wait for you? Where should I wait for you?
What do you suggest? എന്താണ് നിന്റെ അഭിപ്രായം? What do you suggest? Today is the last date. ഇന്നാണ് അവസാന തീയതി. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ കാര്യം കൂടെ പറയണമെങ്കിൽ നമുക്ക് അവിടെ ടു ചേർത്തിട്ട് പറയാം. പറഞ്ഞു നോക്കാം ഒരു എക്സാമ്പിൾ. ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ ടു സബ്മിറ്റ് ദ ഫോം അല്ലെങ്കിൽ ടു പേ ദ ബിൽ. ഈസ് യോർ മീറ്റിംഗ് ഓവർ? നിന്റെ മീറ്റിംഗ് കഴിഞ്ഞോ? ഈസ് യോർ മീറ്റിംഗ് ഓവർ? ഈസ് യോർ മീറ്റിംഗ് ഓവർ? അറ്റ് വാട്ട് ടൈം വിൽ ബി ദ മീറ്റിംഗ് ഓവർ? എത്ര മണിക്കാണ് മീറ്റിംഗ് കഴിയുക? At what time will be the meeting over? Hope you remember me. ഒരിക്കൽ കണ്ടിട്ട് വീണ്ടും ഒരാളെ കാണുമ്പോൾ നമുക്ക് ചോദിക്കാം, എന്നെ ഓർമ്മയുണ്ട് തോന്നുന്നു. Hope you remember me. From where did you buy this? From where did you buy this? ആരെങ്കിലും എടുത്ത് എന്തെങ്കിലും പുതിയ സാധനം കണ്ടാൽ നമുക്ക് ചോദിക്കാം, ഇത് എവിടുന്നാണ് വാങ്ങിച്ചത്? Nice dress. നല്ല ഡ്രസ്സ് കണ്ടാൽ സിമ്പിളായിട്ട് 2 വേർഡിൽ നമുക്ക് പറയാം, അപ്രീഷിയേറ്റ് ചെയ്യാം. നൈസ് ഡ്രസ്, അല്ലെ നൈസ് ഷൂസ്, നൈസ് വാച്ച്. ഐ വിൽ കം ടു ഇറ്റ് ബട്ട് ബിഫോർ ദാറ്റ്. എന്തെങ്കിലും കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം ഐ വിൽ കം ടു ഇറ്റ്. ഞാൻ അതിലേക്ക് വരും. ബട്ട് ബിഫോർ ദാറ്റ്, അതിൻ്റെ മുന്നേ. പക്ഷേ അതിൻ്റെ മുന്നേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ കാര്യം പറയാം. Don't create problems. പ്രശ്നം ഉണ്ടാക്കരുത്. Don't create problems. Don't create problems. Always try to do good. എപ്പോഴും നല്ലത് ചെയ്യാൻ ശ്രമിക്കണം. Always try to do good. Always try to good. ഇതൊരു അഡ്വൈസ് ആണ്. Take a break. ടേക്ക് എ ബ്രേക്ക്. കുറേ നേരം പഠിച്ചുകൊണ്ടിരുന്നാൽ കുട്ടികളോട് നമ്മൾ പറയാറില്ലേ, കുറച്ച് നേരം ബ്രേക്ക് എടുക്കൂ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കൂ. അതാണിത്. ഫുൾ ടൈം ഇൻ്റർനെറ്റിൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്റ്റോപ്പ് യൂസിങ് ഇൻ്റർനെറ്റ് ഒക്കെ പറയേണ്ട പകരം നമുക്ക് പറയാം സ്റ്റോപ്പ് ബ്രൗസിങ്. നെറ്റ് യൂസ് ചെയ്യല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ടുമോറോ യു ഹാവ് എക്സാം. നാളെ നിനക്ക് പരീക്ഷയുണ്ട്. ടുമോറോ യു ഹാവ് എക്സാം. Why don't you listen to me? ഞാൻ പറയേണ്ടത് എന്തേ കേൾക്കാത്തെ? Why don't you listen to me? Why don't you listen to me? ഇനി ഇങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ പക്ഷെ മറുപടി തരൂല. അപ്പോൾ നമുക്ക് ചോദിക്കാം do respond to me. ഞാൻ പറയേണ്ടതിന് മറുപടി തരൂ. What do you think? അങ്ങനെയും ചോദിക്കാം. എന്താണ് നിങ്ങളെ അഭിപ്രായം? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ച്? Let me put it the other way. നമ്മൾ എന്തെങ്കിലും കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അല്ലെങ്കിൽ പറയുമ്പം മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് ഈ സെൻറ്റൻസ് പറഞ്ഞിട്ട് അത് വേറെ രീതിയിൽ പറയാം. ലെറ്റ് മീ പുട്ട് ഇറ്റ് ഇൻ അതർ വേ. അതിൻ്റെ അർത്ഥം ഞാനിത് വേറെ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കാം അല്ലെങ്കിൽ പറയാം. ക്യാൻ യു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ? ഇത് നിനക്ക് തനിച്ച് ആരെയും സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? ഡു യു നോ ഡ്രൈവിംഗ്? നിനക്ക് ഡ്രൈവിംഗ് അറിയാമോ? ഡു യു നോ ഡ്രൈവിംഗ്? ആരെയെങ്കിലും നമുക്ക് മറുപടി പറയാം യെസ് ഐ ഡു. യെസ് മാത്രം പറഞ്ഞിട്ട് നിർത്തരുത്. ഡു വെച്ച് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഐ ഡൂവും കൂടെ ചേർക്കണം. അതേപോലെ നോ ആണെങ്കിൽ നോ ഐ ഡോണ്ട്. ഒരു സെൻറ്റൻസിൽ നമ്മൾ എപ്പോഴും പറയാൻ ട്രൈ ചെയ്യണം. വൈ ആർ യു ഹറിയിങ്? നീ എന്തിനാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് തിരക്ക് കൂട്ടുന്നത്? വൈ ആർ യു ഹറിയിങ്? വൈ ആർ യു ഹറിയിങ്? ഇത് നീ നാളെ ചെയ്ത് കൊണ്ടുവരുമോ? അങ്ങനെ ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാം വിൽ ഡു. ഓക്കെ, ഞാൻ ചെയ്യും. ഐ വിൽ ഡു ആണ് അതിൻ്റെ അർത്ഥം. ഫോക്കസ് ഹിയർ. ഇവിടെ ശ്രദ്ധിക്കൂ. ഫോക്കസ് ഹിയർ. നമ്മളെ മൂഡ് ശരിയല്ലാത്ത നേരം ഷോപ്പിങ്ങിന് പോകാൻ പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ ഇന്നെൻ്റെ മൂഡ് ശരിയല്ല ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഐ ആം നോട്ട് ഇൻ ദ മൂഡ് ടു ഗോ ഫോർ ഷോപ്പിംഗ്. You have a good memory. You have a good memory. നിന്റെ ഓർമ്മശക്തി ഭയങ്കരാണല്ലോ. I thought you might forget. നീ മറന്നു പോകുന്നാണ് ഞാൻ വിചാരിച്ചത്. I thought you might forget. I often go there. ഞാൻ അധികം അവിടെ പോവാറുണ്ട്. I often go there. I often go there. I don't know anything about this matter.
ഈ മാറ്ററിനെ കുറിച്ച് ഈ കാര്യത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് മാറ്റർ. ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഡു ദിസ്. എൻ്റെ അടുത്ത് സമയമില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഡു ദിസ്. ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഡു ദിസ്. അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ സമയമില്ലെങ്കിൽ നമുക്ക് പറയാം ഐ ഡോണ്ട് ഹാവ് ടൈം ടു കുക്ക്. യു ഷുഡ് നോട്ട് വേസ്റ്റ് ഫുഡ്. നിങ്ങൾ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതൊരു അഡ്വൈസ് ആണ്. യു ഷുഡ് നോട്ട് വേസ്റ്റ് ഫുഡ്. ഹൗ വാസ് യുവർ ഡേ? ഇന്നത്തെ ദിവസം നിന്റെ എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് യുവർ ഡേ? ഹൗ വാസ് യുവർ ഡേ? എന്തെങ്കിലും നമ്മളെ ലാപ്ടോപ്പ് മൊബൈൽ ഒക്കെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചോദിക്കാറില്ല എന്നാ പ്രശ്നം അറിയില്ല ഒന്ന് ശരിയാക്കി തരുമോ? അത് ചോദിക്കണമെങ്കിൽ നമുക്ക് ചോദിക്കാം ക്യാൻ യു ഫിക്സ് ദിസ് പ്രോബ്ലം? ക്യാൻ യു ഫിക്സ് ദിസ് പ്രോബ്ലം? ദർ ഈസ് നോ റൂം ഫോർ ഡൗട്ട്. നമുക്ക് ഏതെങ്കിലും കാര്യം അത്രയും ഉറപ്പാണെങ്കിൽ തീരെ സംശയമില്ലെങ്കിൽ നമുക്ക് പറയാം ദർ ഈസ് നോ റൂം ഫോർ ഡൗട്ട്. വാട്ട് ബ്രിങ്സ് യു ഹിയർ? നീ എന്തിനാണ് ഇവിടെ വന്നത്? വാട്ട് ബ്രിങ്സ് യു ഹിയർ? അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ നേരത്തെ പഠിച്ചിനായിരുന്നു വൈ ഡിഡ് യു കം ഹിയർ? നീ എന്തിനാണ് ഇവിടെ വന്നത്? ബോത്ത് ഹാവ് ദ സെയിം മീനിങ്. ക്യാൻ യു ഷോ മീ? എന്നെ കാണിക്കാൻ പറ്റുമോ? എന്തെങ്കിലും സാധനം നമുക്ക് നോക്കണമെങ്കിൽ ചോദിക്കാം. വാട്ട്സ് ന്യൂ? എന്താണ് പുതിയത്? വാട്ട്സ് ന്യൂ? വാട്ട്സ് ന്യൂ? ലെറ്റ്സ് ഡു ദാറ്റ്. ലെറ്റ്സ് ഡു ദാറ്റ്. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ്. വരൂ നമുക്കത് ചെയ്യാം. ലെറ്റ്സ് ഡു ദാറ്റ്. ഹൂസ് പെൻ ഈസ് ദിസ്? ആരുടെ പെന്നാണ്? ഇനി പെന്നിൻ്റെ പകരം വേറെ വേറെ സാധനങ്ങൾ അവിടെ ചേർത്തിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഡിഡ് യു ഡു ദാറ്റ് ഫോർ? ഡു ദാറ്റ് ഫോർ ഉണ്ട് അവിടെ. അതിൻ്റെ അർത്ഥം എന്തിനു വേണ്ടിയിട്ട്. നീ അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ഹൗ ഫാർ ഈസ് യുവർ ഹൗസ് ഫ്രം ഹിയർ? ഇവിടുന്ന് നിൻ്റെ വീട് എത്ര ദൂരം ഉണ്ട്? വിച്ച് വൺ ഡു യു വാണ്ട്? നമുക്ക് 2-3 സാധനം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഏതാണ് നിനക്ക് വേണ്ടത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കൽ. ഗിവ് മീ ഹാഫ്. ഏതെങ്കിലും സാധനം നമുക്ക് ഹാഫേ വേണ്ടുമെങ്കിൽ സപ്പോസ് ഫുഡ് ഐറ്റം ആവാം നമുക്ക് പറയാം ഗിവ് മീ ഹാഫ്. എനിക്ക് ഹാഫ് തരൂ. എനിക്ക് പിസ്സ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് പിസ്സ. വൈ ഡോണ്ട് യു ഗോ ദർ? നീ എന്താ അവിടെ പോകാത്തത്? വൈ ഡോണ്ട് യു ഗോ ദർ? Why don't you go there? എന്തെങ്കിലും പുതിയ സാധനം നമ്മളെ അടുത്തുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക? ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുക ചോദിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാം ഹൗ ഡസ് ദിസ് തിങ് വർക്ക്? ഹൗ മച്ച് മണി ഡു യു ഹാവ്? നിൻ്റെ അടുത്ത് എത്ര പൈസയുണ്ട്? ഹൗ മച്ച് മണി ഡു യു ഹാവ്? ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ? നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഹൗ ഡിഡ് യു get here? ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. It's time to wrap up. One more request. If you haven't subscribed, please do and turn on the notification bell. See you soon in the next video. Take care.